കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചപേക്ഷ അല്ലെങ്കിൽ വിളിച്ചു നേർച്ച ദുരിതം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കുറച്ച് ദുർലക്ഷണങ്ങളാണ്. നമുക്ക് ഒരു അസുഖം വരുന്നു, ഉദാഹരണം ഒരു പനി വന്നു, ചുമയുണ്ടാവും, തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവും, പലവിധ ലക്ഷണങ്ങളുണ്ടാവും അല്ലെ, ശരീരത്തിൽ ചൂടും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമുക്കൊരാപത്ത് വരാൻ പോകുമ്പോൾ നമുക്കൊരു എതിരായിട്ടുള്ളൊരു വ്യക്തി നമുക്കെതിരായിട്ട് പല ക്ഷേത്രങ്ങളിലും വിളിച്ചപേക്ഷകൾ നേരുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പല വഴിപാടുകളും ദുർവഴിപാടുകൾ അല്ലെങ്കിൽ നമുക്ക് പല അപകടങ്ങൾ പിണയാൻ വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ നേരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. ചിലരത് അറിഞ്ഞ് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്തു പോവും. ജനങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ചിലർ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണും. ചിലർ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെ പരിഹാരം കാണുകയുള്ളൂ. ചിലരെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, ഇതൊന്നും ശരിയല്ല, ഇതൊരു സത്യമല്ല, ഇതൊക്കെ മിഥ്യയാണെന്ന് വിചാരിച്ചിട്ട് ഈ പ്രശ്നങ്ങളിൽ പെട്ട് ഉഴണ്ട് നടക്കുകയും ചിലപ്പോൾ അവസാനം അവരുടെ ജീവിതം പോലും ഇല്ലാതായി പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു നിമിഷമായാലും നമ്മൾ സന്തോഷമായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. മറ്റൊരാളുടെ സന്തോഷം കെടുത്തിയിട്ടാണ് അവർ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കെടുന്ന ഒരു നിമിഷം വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു പ്രശ്നത്തിനെ വീട്ടിലുള്ള എല്ലാവരായാലും അവനവനായാലും മനസ്സ് പൂർണ്ണമായിട്ടും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയി അത് നീക്കണം. ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരമുണ്ട്. അപ്പം നമുക്ക് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് വിളിച്ചപേക്ഷകൾ നേരിടുന്ന ക്ഷേത്രങ്ങളൊന്നും സാധാരണഗതിയിൽ എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കോണമെന്നില്ല. അതിന് ശക്തമായ ഉപാസനയും കൂടെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് നമുക്ക് ശത്രു വിളിച്ച് നേർന്നിരിക്കുന്നത്, എന്തൊക്കെ വഴിപാടുകളാണ് നേർന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു മാറ്റം ഉണ്ടാവും, എത്ര നാളത് ചെയ്യണം, എന്ത് ക്വാണ്ടിറ്റിയിൽ അത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഉപാസനയുള്ളൊരു ജ്യോത്സ്യനെ അല്ലെ ഉപാസനയുള്ളൊരാൾക്കേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളിലൊരു അലസത നമുക്ക് തോന്നുക, നമുക്ക് ഒന്നിനോടൊരു ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു മനസ്സില്ലാതെ വരുന്ന അവസ്ഥകൾ വരിക, അല്ല ദുർചിന്തകൾ, അവരുടെ ജീവിതം വ്യർത്ഥമായി, അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കേ ചെയ്യാം എന്നൊക്കെയുള്ള ദുർചിന്തകൾ തോന്നുന്ന അവസ്ഥകൾ വരിക, അതുപോലെ സഹായികളില്ലാതെ വരിക, ഉള്ള സഹായികൾ പിണങ്ങിപ്പോകുന്ന അവസ്ഥകൾ, സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കായാലും അവന് ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഒക്കെ സഹായികളില്ലാതെ വരിക, നമ്മൾ സഹായിച്ചവർ നമുക്കെതിരുകളായിട്ട് മാറുന്ന അവസ്ഥകൾ, ഇതൊക്കെ വിളിച്ചപേക്ഷ കൊണ്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് അപകടങ്ങൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്കോ ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ വരാം. പിന്നെ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും നമ്മുടെ തൊഴിൽ സ്ഥലത്തുള്ള ഉപകരണങ്ങളിലൊക്കെ നശിക്കുന്ന അവസ്ഥകൾ വരിക, അതുപോലെ നിത്യം ചതവ് മുറിവ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ, കാരണമായിട്ട് ചതവും മുറിവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ വിളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അശടുകൾ, ഇപ്പം ചത്ത ജീവികൾ, ചിലന്തിയാവാം, പാറ്റ, പല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിൽ പൊടി, മുടി ഒക്കെ കിടക്കുന്ന അവസ്ഥ, നഖം കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് വാഹനം അല്ലെ പേഴ്സ്, കണ്ണട, ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കളഞ്ഞു പോകുന്ന അവസ്ഥകൾ ഒക്കെ വിളിച്ചപേക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം അതുപോലെ അസുഖങ്ങൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ആശുപത്രിയിൽ ചെന്ന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും നമുക്ക് ആ അസുഖം കാണത്തില്ല, അതിനുള്ള മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അസുഖം ഭേദമാകത്തുമില്ല, ഇതൊക്കെ വരാവുന്നതാണ്. പിന്നെ നമ്മൾ വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും നാട് വിട്ടുപോവുക അല്ലെങ്കിൽ നശിച്ചു പോവുക, ചത്തുപോകുന്ന അവസ്ഥകളൊക്കെ വരിക, മത്സ്യങ്ങളായാലും പട്ടിയായാലും പൂച്ചയായാലും ആടങ്ങൾ എന്തും ആയിക്കോട്ടെ, വളർത്തുമൃഗങ്ങൾ ചത്തുപോകുന്ന അവസ്ഥയോ നാട് വിട്ടുപോകുന്ന അവസ്ഥയോ കയറ് പൊട്ടിച്ചഴിഞ്ഞു പോകുന്ന അവസ്ഥകളും ഒക്കെ വരാം. പിന്നെ ജോലിയിലൊന്നും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാതെ വരിക, ഒരു മനസ്സർപ്പിച്ച് ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ സങ്കോചങ്ങൾ, അത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവും, ഇങ്ങനെ സങ്കോചങ്ങളും സംശയങ്ങളും നമുക്ക് ഒഴിയത്തില്ല. പിന്നെ വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ളൊരു കാര്യം ചെയ്തിട്ട് അത് പരാജയപ്പെടുന്ന അവസ്ഥകൾ വരിക, ഇതൊക്കെ വിളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് കലഹതകൾ, എത്ര രൂപ വന്നാലും തികയത്തില്ല, പൈസ തികയാതെ വരിക, ആവശ്യമില്ലാതെ നമ്മളുമായിട്ട് സ്നേഹത്തിരിക്കുന്നവരുടെ കലഹതകൾ ഉണ്ടാവുക, അതുപോലെ കൈ മുറിയുക എന്ന് പറഞ്ഞാൽ കൈ പൊള്ളുന്ന അവസ്ഥകൾ വരിക, അതുപോലെ
നമ്മുടെ ശരീരത്തൊക്കെ ആയാലും പല പാടുകൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ കാണത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരിക. പിന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഉറക്കക്കുറവ്. എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും, ശരീരത്ത് എപ്പോഴും ചൂട് പോയി അനുഭവപ്പെടുക. ചേർക്ക എന്ന് പറഞ്ഞാൽ വെളിച്ചപേക്ഷ വരുന്നവർക്ക് ഭയങ്കര ആഹാരത്തിനോട് ഭയങ്കര ആസക്തിയായിരിക്കും. ചേർക്ക് ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ഒറ്റയ്ക്കിരിക്കുക, മൂഡ് ഓഫ് ആയി പോവുക. ഇങ്ങനെ വെളിച്ചപേക്ഷയുള്ള ചേർക്ക് ഇങ്ങനെ ഒരുപാടൊക്കെ വന്നു കഴിയുമ്പോൾ ഡിപ്രഷൻ പോലും വന്നു വരാം. അപ്പോൾ ഡിപ്രഷൻ ഇതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വന്നുവെന്ന് വരാം. അതിന് സാഹചര്യമുണ്ട്, അതിന് സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെ നമുക്ക് വിളിച്ചപേക്ഷകൾ നമുക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. നമുക്ക് ഒരിക്കലും നല്ല കാര്യമല്ല വിളിച്ചപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പല വഴികൾ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ പോകുന്ന വഴിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും. വിളിച്ചപേക്ഷകൾ മാത്രമായിട്ട് ഒരിക്കലും അവർ ചെയ്തൊന്നും വരില്ല. ഈ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴേ, അതായത് ശത്രുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ശത്രുദോഷം എന്ന് പറയും. അപ്പം ഏത് ശത്രുവിനെ മനസ്സിൽ ചുമ്മാ ഒരാൾ കാണത്തില്ല, ചുമ്മാ ഒരാളെ കാണുമ്പോൾ അവൻ എനിക്ക് ശത്രുവാ, അല്ലെ ഇടത്ത് രാവിലെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അവനെ കാണാൻ ഇന്നത്തെ ദിവസം പോക്കാം, അല്ലെ അവനാണോ ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ടം തന്നത്, ഇന്ന് അവനാണോ എനിക്ക് ശകുനം വന്നത്, ഇന്നത്തെ ദിവസം പോക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സിൽ ഈ പറഞ്ഞ അടഞ്ഞ ചിന്താഗതിയുള്ള വ്യക്തികളുണ്ട്. അവർക്ക് ശത്രുദോഷം ഒന്നുമില്ലെങ്കിൽ അവർ ദോഷമോ ചിന്തിച്ചിടക്കണം. അവർക്ക് മനസ്സാണ് ബാധ, മനസ്സ് ബാധയാവുന്ന അവസ്ഥ. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, നല്ല കൗൺസിലിംഗ് അതിന് ആവശ്യമായിട്ട് വരുന്നത്. സൈക്കാട്രിപരമായിട്ട് പറയുമ്പോഴും ഇതിനൊക്കെ പലവിധ മെഡിസിൻസും പലവിധ കൗൺസിലിങ്ങും ഒക്കെ സൈക്കാട്രിസ്റ്റുമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷ വന്നു കഴിയുമ്പോൾ നമുക്ക് താന്ത്രിക രീതിയിലുള്ള കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും. അല്ലാതെ വെട്ടിത്തീർക്കുന്ന അവസ്ഥകളുണ്ട്, ഗുരുതിയിലൊക്കെ വെട്ടിത്തീർക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ ചില രൗദ്രമൂർത്തികളുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാകുമ്പം അവിടെ ആ വ്യക്തി നമുക്ക് ചെയ്ത അതേ വഴിപാട് നമ്മൾ പോയി ആവർത്തിച്ചെങ്കിൽ അവിടുത്തെ ഒരു ദേവന്റെ അല്ല അവിടുത്തെ ഒരു ദേവതയുടെ അല്ല അവിടുത്തെ ഒരു മൂർത്തിയുടെ ഉപദ്രവം നമുക്കുണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നുകൊണ്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രശ്നമുണ്ട്, പരിഹരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലെത്തുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.